അദ്ദേഹത്തിൻ്റെ അവതരണം വളരെ പൂർണ്ണമാണ്. എന്നെ നിങ്ങൾ എപ്പോഴും കാണണമല്ലേ, ഇനി സമയം കളയണ്ട, അദ്ദേഹത്തിന് പോകാനുണ്ട്. പ്രകടന പത്രികയൊക്കെ ഇപ്പോൾ ഇവിടെ ശശി തരൂർ ഉണ്ട്. അദ്ദേഹത്തിന് നല്ലപോലെ അറിയാം. അദ്ദേഹത്തിൻ്റെയൊക്കെ ഒരു വിഷന് വേണ്ട അവസരം കൊടുത്ത ഒരു പ്രകടന പത്രികയാണ് അത്. അദ്ദേഹത്തിൻ്റെയൊക്കെ ഒരു വിഷൻ കണ്ടിട്ട് കൂടിയാണ് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റും അതുപോലെ തന്നെ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസും ഒക്കെ വരും എന്ന ആ ഒരു വിഷൻ കൂടി കണക്കിലെടുത്താണ് ചില കാര്യങ്ങൾ ഞങ്ങൾ പറയുന്നത്. ജോലി കൊടുക്കുമെന്ന് പറയുമ്പോൾ നിങ്ങളെങ്ങനെ കൊടുക്കും, ഖജനാവ് കാലിയല്ലേ എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല. കാലിയായ ഖജനാവ് മനുഷ്യൻ്റെ വേറെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുക, ഇൻവെസ്റ്റ്മെൻറ്റ് വേറെ വഴിക്ക് വരും. അതാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ള ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടി കേരള ചെറുപ്പക്കാർക്ക് ലോകം മുഴുവൻ ജോലി കിട്ടുന്നുണ്ടെങ്കിൽ ആ ജോലി ഇവിടെയും കിട്ടാനുള്ള വഴിയുണ്ട്. ഞങ്ങൾ അത് ഭരണത്തിൽ വന്നാൽ കാണിച്ചു തരാം, പ്രയോഗവൽക്കരിച്ച് കാണിച്ചു തരാം. ഞങ്ങൾ പണ്ട് ചെയ്തിട്ടുണ്ട്. അതാണിപ്പോൾ കേരളത്തിൽ ഉള്ള വലിയ പ്രോജക്റ്റൊക്കെ ഇനിയും കാണിച്ചു തരാം. ഈ SDPIയുടെ നിലപാടുകൾ അത്ര തീവ്രമല്ല എന്നാണ് ഇപ്പോൾ LDF നേതാക്കളൊക്കെ പരോക്ഷമായി പറഞ്ഞു വെച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ ബാക്കിങ്ങൾ അവരോട് തന്നെ ചോദിക്കുന്നതാവും നല്ലത്. അദ്ദേഹത്തിൻ്റെ സമയം വെറുതെ കളയണ്ട. സ്ഥാനാർത്ഥി AK അഷ്റഫും പറഞ്ഞിരിക്കുന്നത് SDPI സെക്യുലർ പാർട്ടിയാണെന്ന് പറഞ്ഞിരിക്കുന്നത്. അല്ല, അങ്ങനൊന്നും പറയില്ല, വെറുതെ എന്തിനാ ഇല്ലാത്ത പറയുന്നത്. ഓക്കെ.